അടയ്ക്കുന്നതിനെ തുടർന്ന് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ റോഡ് നിവാസികൾ വലിയ ദുരിതത്തിലാണ്. റെയിൽവേ ഗേറ്റ് അടച്ചിട്ട് ഇവിടെ നടവഴി കൂടി അടച്ചിട്ടതാണ് ഇരുഭാഗത്തുമുള്ളവരുടെയും യാത്രാ ദുരിതം കൂട്ടിയത്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ റോഡ് നിവാസികൾ കടുത്ത യാത്രാ ദുരിതം അനുഭവിക്കുകയാണ്. പാളത്തിന് ഇരുവശത്തുമുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനാകാതെ വലിയ പ്രയാസമാണ് അനുഭവിക്കുന്നത്. നേരത്തെ റെയിൽവേ ഗേറ്റ് അടച്ചിട്ട ഇവിടെ വഴി കൂടി അടച്ചതാണ് ദുരിതം ഇരട്ടിയാക്കിയത്. നൂറുകണക്കിന് വീടുകളും ആരാധനാലയങ്ങളുമുള്ള പ്രദേശത്ത് 1907 റെയിൽവേ ലൈനുകൾ നിർമ്മിച്ചപ്പോൾ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ ഗേറ്റുണ്ടായിരുന്നു. റെയിൽവേ പാത ഇരട്ടിപ്പിച്ചതിന് ശേഷവും ഈ പ്രദേശത്ത് വാഹനങ്ങൾ സഞ്ചരിക്കാൻ ഗേറ്റുകൾ തുറന്നു പ്രവർത്തിച്ചിരുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുൻപാണ് ഗേറ്റ് അടച്ചിട്ടത്. വെങ്കിട്ടരമണ ക്ഷേത്രത്തിലേക്കും ഖിളർ ജുമാ മസ്ജിദിലേക്കും സ്കൂൾ, മദ്രസ, ഹോസ്പിറ്റൽ, ടൗൺ എന്നിവിടങ്ങളിലേക്കും മരിച്ചവരെ ശ്മശാനങ്ങളിലേക്കും പള്ളിയിലേക്കും കൊണ്ടുപോകാനും ഉപയോഗിച്ചിരുന്ന വഴി ദിവസങ്ങൾക്ക് മുൻപാണ് അടച്ചിട്ടത്. ഇതുകാരണം യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണ്. ഏകദേശം 500ഓളം വർഷം പഴക്കമുള്ള ഒരു വരിയാണ്, നടന്നു പോകുന്ന ഒരു വരിയാണ് ഇവിടെ അടിച്ചു പൂട്ടപ്പെട്ടത്. നേരത്തെ കസ്റ്റംസ് ഓഫീസ്, DUSP, CI തുടങ്ങിയവരുടെ ഓഫീസൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രദേശമാണ് ആ ഭാഗം. അവിടത്തേക്ക് നിരവധി പേര് പോകുന്ന ഒരു വരിയാണ് ഇന്ന് അടിച്ചുപൂട്ടത് മൂലം 5 നേരം പള്ളിയിലേക്കും മറ്റും അതേപോലെ തന്നെ സ്കൂളിൽ, മദ്രസയിൽ പോകുന്ന കുട്ടികൾക്കും രോഗികൾക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. നാട്ടുകാരുടെ ആവശ്യം ഇതിലെ കൂടിയിട്ട് വാഹനം പോകാനല്ല, ഒരു ആൾക്ക് നടന്നു പോകാനുള്ള ഒരു വരി സംവിധാനം ഉണ്ടാക്കി തരണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് റെയിൽവേ ഉദ്യോഗസ്ഥർക്കും രാജ്മോഹൻ ഉണ്ണിത്താൻ MPക്കും ആക്ഷൻ കമ്മിറ്റി നിവേദനം നൽകി. നടന്നു പോകാനുള്ള വഴി അനുവദിച്ചു നൽകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 കാസർഗോഡ്.